നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ബെഡ്ഷീറ്റ് അഥവാ ബെഡ് സ്പ്രെഡ്. ഞാൻ എന്തിനാ ഇത്ര ആക്ഷൻ ഇടുന്നതെന്നല്ലേ, ആക്ഷൻ കിങ്ങിയായിപ്പോയെ. പിന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ സ്കിപ്പാക്കാതെ കേട്ടിട്ടേ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യാവുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, പണ്ട് തൊട്ടേ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നവർക്ക് ഇതൊന്നും ഞാൻ പറയേണ്ട, അറിയാം. എന്നും ഞാൻ ഒരേ മോഡൽ ബെഡ്ഷീറ്റാണ് കാണിക്കുന്നത്. അപ്പം അത് കറങ്ങട്ടെ, അതിനിപ്പോൾ എന്നാ ഓളിയും കൂടുതലാണോ? നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതെന്താ. ഞാൻ എന്നും ഒരേ ടൈപ്പ് ബെഡ്ഷീറ്റ്, ഒരേ ടൈപ്പ് മീൻസ് ഒരേ സ്റ്റഫിലുള്ള ബെഡ്ഷീറ്റാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഞാൻ അതിൻ്റെ ഒന്നാമത്തെ ഇത് കേട്ടിട്ടേ നിങ്ങൾ ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യുന്നതിലേക്ക് പോവാവുള്ളൂ കേട്ടോ. അല്ലാതെ വന്ന് ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യരുത്. ഞാനിത് 100% അഷുറൻസോടെ പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എത്രയോ കാലമായിട്ട് ഈ ഒരു ബെഡ്ഷീറ്റ് അല്ലാതെ വേറെ ബെഡ്ഷീറ്റ് ഉപയോഗിക്കത്തില്ല. ഇത് സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്ന സ്റ്റഫ് മെറ്റീരിയലാണ്. സാറ്റിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഈ സാറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഓർക്കും നമ്മൾ ഓർക്കില്ല ഒരുമാതിരി തളന്ന് പോകുന്ന ഒഴുക്കൽ. ഇതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. നിങ്ങളിത് കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പോൾ തോന്നത്തില്ല, നിങ്ങളിത് വിരിച്ച് ഇത് കിടന്നു കഴിയും നമുക്ക് മനസ്സിലാവും ഇതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ആ ഒരു സോഫ്റ്റ്നെസ് മാത്രമേ ഇതിനകത്ത് സാറ്റിൻ എന്ന് പറയുന്നുള്ളൂ. നമുക്കിത് പിടിച്ചു നോക്കും, ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് മിക്സാണ്, കോട്ടൺ അല്ല, ഇതിനകത്ത് മിക്സ് ഉണ്ട്, അതായത് സിന്തറ്റിക് മിക്സ് ഉണ്ട്. സിന്തറ്റിക് മിക്സ് അല്ല, സാറ്റിൻ മിക്സ് ആണ്. പക്ഷേ അതൊരു വിധത്തിലും ചൂട് കൂടുതലോ ഇങ്ങനെ വിരിച്ചിട്ടാൽ ഒഴുകിപ്പോകുന്നതോ ഒന്നുമായിട്ടല്ല. ഞാനിത് ഇത്ര ഉറപ്പോട് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ ഒരൊറ്റ ബെഡ്റൂംസിൽ പോലും, ഒറ്റ ബെഡ്റൂംസ് എന്ന് പറയുന്നത് അല്ലേ, ഒറ്റ ബെഡ്റൂമിൽ പോലും വെളിയിൽ നിന്നുള്ള സൗണ്ട് ഭയങ്കര ഇതാകുന്നുണ്ടോ? ഇവിടെ പണി നടക്കുവാണേ, അതിൻ്റെ കൊട്ടുന്നതിൻ്റെ പിടിക്കുന്നതിൻ്റെ കൊച്ചുണ്ട്, എവിടെ ചെന്നാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറ്റുള്ളൂ. അപ്പം അത്ര ഉപയോഗിക്കുന്നുണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫാമിലി, ഡബിള്, സിംഗിള്, ഇങ്ങനെ 3 അളവിലുള്ളതാണ് കാണിക്കുന്നത്. ഫാമിലിയുടെ തന്നെ ഡബിളും സിംഗിളും ഉണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾക്ക് ഫാമിലിയാണ് വേണമെങ്കിൽ നിങ്ങൾ FC എന്ന് മേളിൽ എഴുതുക. FC എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. എന്നിട്ട് എമൗണ്ട് പറഞ്ഞു തരും, അത് അയക്കുക. SC ആണെങ്കിൽ സിംഗിൾ കോട്ട്, DC ആണെങ്കിൽ ഡബിൾ കോട്ട്, അത് തന്നെ എടുത്തയക്കണം. FCയുടെ ഫോട്ടോ എടുത്തയച്ചിട്ട് DC വേണമെന്ന് പറയാതിരിക്കുക മാക്സിമം, കാരണം തെറ്റിപ്പോവും. ബെഡ്ഷീറ്റ് നമുക്ക് കനത്ത ഓർഡർ വരുന്ന ഒരു സാധനമാണ് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൗസ് തീർന്നിട്ടില്ല, ഇതുവരെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് നാളെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ അപ്പോൾ അതാണ് ബെഡ്ഷീറ്റ്. പിന്നെ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള സ്റ്റഫാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമാണ്, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് മടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് നല്ല കംഫർട്ട് സ്ലീപ്പ് തരുന്ന ബെഡ്ഷീറ്റാണ്. അത്ര നല്ല ക്വാളിറ്റിയാണ്. പിന്നെ വാഷ് ചെയ്യാനോ കഴുകാനോ അങ്ങനത്തെ ഒന്നും യാതൊരു ഓവറായിട്ട് കനമില്ല, ഓവറായിട്ട് കന കുറവുമില്ല, രണ്ടിനും കൂടെ മിക്സ് ആയിട്ടുള്ള. ഇതിപ്പോൾ ഫാമിലി കോട്ടാണ് കാണിക്കുന്നത്. ഇതിന് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഓർത്തോണം, ഇതിന് പില്ലോ ഇല്ല, വിത്ത് പില്ലോ ഇല്ല. പില്ലോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സിംഗിളോ അങ്ങനെ വല്ലവരെണ്ണോ എടുത്തിട്ട് പില്ലോ അടുപ്പിക്കാനേ പറ്റുള്ളൂ, സെയിം വേണമെന്നുള്ളവർക്ക്. അതല്ലാത്തവർക്ക് പർച്ചേസ് ചെയ്യാം. പില്ലോ ഇല്ല, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ടില്ല നോക്കല്ലേ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്ഷീറ്റ്. ഇത് ഫാമിലി കോട്ടാണ്. ഞാൻ ഒരെണ്ണം ഇങ്ങനെ നിവർത്തി കാണിക്കാം, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്തും വിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ഏകദേശം എന്നാ ഉണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എഴുതുമോ? മെഷർമെൻറ്റ് ഫാമിലി കോട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കിങ് സൈസും ക്യൂൺ സൈസും അല്ല, ഫാമിലി കോട്ട് വലുതൊക്കെ. ഫാമിലി കോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബെഡ്, ഒരു 4 പേർക്ക് കിടക്കാനുള്ള ബെഡിൽ വിരിക്കാൻ പറ്റുന്ന അത്ര ഇതുണ്ട്. ഇത് ലെങ്ത്, ഇത് വിട്ട്, കണ്ടോ? ഇത്രയും എൻ്റെ കൈ നീളൂല, ഇത്രയും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇത് നമ്മൾ ബണ്ടിലായിട്ടുള്ള വലിയ റോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനിങ്ങനെ ഈ സൈഡിൽ സ്റ്റിച്ചിങ് ഇല്ല, അടിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മടക്കി അടിക്കുവാണെങ്കിൽ ഇത്, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഈ നൂലിങ്ങനെ ഇങ്ങനെ വന്നിരിക്കും. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. നമ്മൾ പറഞ്ഞ് തന്നെയാണ് തരുന്നത്. നമുക്കിതെല്ലാം അടിച്ചൊക്കെ തയ്ച്ചൊക്കെ നമ്മുടെ ടൈലേഴ്സിനെ കൊണ്ട് അടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പം വലിയ പാടാണ് അത്. പിന്നെ റേറ്റും കയറിപ്പോവും. അതൊക്കെ അതുകൊണ്ടാണ് ഇപ്പം ആവശ്യമുള്ളവർ തയ്ക്കുക. ഞാനാണെങ്കിൽ ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ തയ്ച്ചതിടും, ചിലയിടത്ത് തയ്ക്കാതെ അടിക്കാതെ തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് വൃത്തികേടൊന്നും വരത്തില്ല. ചില സ്ഥലത്ത്
ഇത് നമ്മുടെ ഹെഡിനകത്തോട്ട് അങ്ങോട്ട് പോകുന്നില്ലേ, ആ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും വരുന്നത്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയാണ് ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നതെങ്കിൽ അത് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ പറച്ചിൽ കൂടുതലാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരാതിരിക്കാനാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത് ഇത് കണ്ടോ, ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് പണ്ടൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ എപ്പോഴും അത് പറഞ്ഞേ കൊടുക്കുള്ളൂ. ഈ ഭാഗത്തിന് തേരെന്നാണ് പറയുന്നത്. അവർക്ക് അറിയത്തില്ലാതെ അവർ പറഞ്ഞത്. അവർ പറയുന്നത് ഇതിൻ്റെ നൂലിങ്ങോട്ട് എഴുന്ന ഇങ്ങനെ പോരത്തില്ല. ഇത് ഷോളിനാണേലും സാരിക്കാണേലും ചുരിദാറിന് എന്തിനുമുണ്ട് ഈ തേരെന്ന് പറയുന്ന സാധനം. അത് തുണി നെയ്യുമ്പോൾ വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു സൈഡിൽ ഇതാണ് ആദ്യത്തെ ബെഡ്ഷീറ്റ്. നല്ല ബ്ലൂ ഷെയ്ഡ്. ഞാൻ ഒരുമാതിരിപ്പെട്ടതല്ല, ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഞാനൊരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ആളാണ് ഇത് ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തതാണ് കൊണ്ടിരുന്നത്. നിന്നെന്നറിയോ, ലൈറ്റ് ഷെയ്ഡിന് ഭയങ്കര ഒരു ലളിതമായിട്ടുള്ളൊരു സുഖമാണ്. നമ്മൾ ഈ റൂമിലോട്ടൊക്കെ ചെല്ലുമ്പോഴേ ലൈറ്റ് ഷെയ്ഡ് ഇട്ടേക്കുന്ന കണ്ടാൽ ഒരു ഭയങ്കര ഒരു ലുക്കാണ്. ഭയങ്കര ഡാർക്ക് ഇടുമ്പോൾ എന്തോ ഒരു ഇത്. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പ്രായമായിട്ടുള്ളവരൊക്കെ വീട്ടിലാണെങ്കിൽ ഉറപ്പായിട്ട് ലൈറ്റ് ഷെയ്ഡേ വിരിക്കാവുള്ളൂ കേട്ടോ. ചെളിയാവുന്നത് നമ്മൾ നോക്കരുത്. എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അറിയത്തില്ല. ഇതാണ് അടുത്ത ഡിസൈനെ. എല്ലാം ഇനി നൂർത്ത് കാണിക്കണ്ടല്ലോ. ചിരിച്ചാണ് കാണിച്ചത്. ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ എന്നോട് സംസാരിക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. വോയിസ് റെസ്റ്റ് ഉള്ളതായിരിക്കും. ഇച്ചിരി സംസാരിച്ചു കഴിയുമ്പോൾ പിടുത്തം തുടങ്ങും, ശ്വാസം മുട്ടൽ തുടങ്ങും. സാരമില്ല, അതൊക്കെ നല്ലതായിരിക്കും. അപ്പനെ എന്നും വിളിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവണം, ചെറിയ ചെറിയ കാരണങ്ങൾ. അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ മറന്നു പോകത്തില്ല. എൻ്റെ അപ്പാ കണ്ടോ എന്നാ രസം നോക്കി. ആഷ് കളറാണ്, ലൈറ്റ് ആഷ് കളർ. അതിൻ്റെ കൂടെ നല്ല ലൈറ്റ് ഡിസൈൻ. നിങ്ങൾക്ക് ആർക്കും ഇത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കത്തേ ഇല്ല, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഭയങ്കര കടുംപെട്ട് കളർ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളവരെ എനിക്കറിയത്തില്ല. എന്നാലും 99% ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിത് നിങ്ങളുടെ ബെഡിലൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് നോക്ക്, എന്ത് രസമായിരിക്കും മുറിയൊക്കെ. ഞാൻ പണ്ട് പറഞ്ഞ പോലെ എന്നിട്ട് ടേബിളിലൊക്കെ കുറച്ച് പച്ചലയും കരിയിലയും ഒക്കെ ഇട്ട് ഒരു കുപ്പിക്കകത്ത് ഒരു ഫ്ലവർ വാസിനൊക്കെ എടുത്ത് കിട്ടോ. അടുത്ത ലൈറ്റ് ഷെയ്ഡ് എന്നുകൊണ്ട് ഓവർ ലൈറ്റ് ആയിട്ടുള്ള കേട്ടോ, വൈറ്റ് അല്ലല്ലോ. ഇതിപ്പം ഒരു ചന്ദന കളർ എന്ന് പറയാൻ പറ്റില്ല, ക്രീം ഷെയ്ഡ് അല്ലേ. ഒക്കെ ഇട്ടൊക്കെ വെക്കണം. മുറിയൊക്കെ നമ്മൾ ഈ പകലത്തെ അധ്വാനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ഉറങ്ങാൻ ഇത് ഇച്ചിരി അത്രയും ലൈറ്റ് ഷെയ്ഡ് വേണ്ടെന്നുള്ളവർക്ക് ഇത് ഇച്ചിരി ഡാർക്ക്, ഒത്തിരി ഇല്ല ഡാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരി ഡാർക്ക്. തിരിച്ചു കാണിക്കണോ? തിരിച്ചു കാണിച്ചാലും ഒരേ ഡിസൈൻ തന്നെയാണ്. എനിക്ക് മനസ്സിലായി. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ ഡിസൈൻ. ലീഫാണേ, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലായി. ലീഫിന്റെ ഡിസൈനാണ് ഇത്, ആഷ് കളറിൽ കൂടെ ഉള്ള ഇത്. ഇപ്പൊ ഈ കാണിക്കുന്ന മുഴുവൻ ഫാമിലി കോട്ടാണ്. ഇതിന്റെ തന്നെ ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് വേണോ എങ്ങനെയാ എഴുതി വെക്കും കേട്ടോ. സ്ക്രീനിലുണ്ട്. FC എന്ന് പറഞ്ഞ ഫാമിലി കോട്ട്, DC എന്ന് പറഞ്ഞ ഡബിൾ കോട്ട്, SC എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ട്. ഇതെല്ലാം വിരിച്ച ഭയങ്കര ഭംഗിയാണ്. ആ കാര്യത്തിൽ ഞാനാണ് അതിന്റെ ഷുവർട്ടി. എനിക്ക് വട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഉള്ള കുഴപ്പമുണ്ടല്ലോ, നിങ്ങളൊക്കെ പറയുമായിരിക്കും അത് ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഇല്ലേ. എന്നാന്നറിയോ, ബ്ലൗസ് വരുന്ന എല്ലാം ഓരോന്നെടുക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് വരുന്ന എല്ലാം ഓരോന്നെടുക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. എനിക്കിനി ഒരു 10 കൊല്ലത്തിനുള്ള ബെഡ്ഷീറ്റ് എടുക്കും. നല്ലതാണെന്നെല്ലാം എടുക്കണം. രോഗമാണോ കുട്ടി? ആശയക്കൂടെ കേട്ടോ, വളരെ കേട്ടോ. ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ്, സാരി എന്ന് പറയുന്നത് സാരി ഇല്ല, അതാ രസം. സാരി ഇല്ല, ചുമ്മാ ബ്ലൗസ് എടുത്ത് വെക്കും. സാരി ഒന്നും എടുക്കത്തുമില്ല, ഉടുക്കത്തുമില്ല. ഇതെങ്ങനെയാ പറയും, അത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണേ. ഇതിന്റെ സെന്റർ പോർഷനില് ഇതിപ്പോ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുക. ഇതിന്റെ സെന്റർ പോർഷനിലാണ് ഈ ഒരു പൂക്കളുടെ ഡിസൈൻ വരുന്നത്. സൈഡ് ഇങ്ങനെ വരും, ഉണ്ടോ, മങ്ങിയ ഒരു ഡിസൈൻ. ഭയങ്കര ലുക്കായിരിക്കും, ഭയങ്കര രസമാണ്. നമ്മുടെ ഈ ബെഡേലോട്ടൊക്കെ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഒട്ടും ഇങ്ങനെ എന്നാ പറയുക, വിരിച്ചിട്ടാൽ ഇങ്ങനെ ഒഴുകി അങ്ങനെ തട്ടി ചാടി ഒന്നും പോകത്തില്ല കേട്ടോ. അവിടെ കിടന്നോളൂ. ആദ്യം കാണിച്ചു പോയിട്ട് നല്ല സാമ്യത അല്ലേ. ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ഇനി ഇതിൻ്റെ തന്നെ ഇത് ഫാമിലി DC ഡബിൾ കോട്ട്.
ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. ഒരെണ്ണം നൂർത്ത് കാണിക്കണമായിരിക്കും അല്ലേ? അതിൻ്റെ ലെങ്ത്തും വിട്ടും ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നറിയാം. മുമ്പേ കാണിച്ചത് അത് ഫസ്റ്റ് കാണിച്ചത് ആ ഓർഡറിൽ തന്നെ ഇവിടെ ഇരിക്കുന്നത്. ലെങ്ത്ത് വരുമ്പോൾ അത് ഇത്രയും വരും, ഇത്രയും വരും. വിട്ട് വരുമ്പോൾ ഇത്രയും വരും. ഇനി അത് ഒന്നുമില്ല, ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ കാണിക്കാം. DC അവിടെ വെക്കാൻ അറിയാം. DC ഇനി അടുത്തത് തന്നെ സിംഗിളും കാണിക്കണോ ഇത്? അയ്യോ, ഇതിങ്ങനെ കാണിക്കേണ്ട കാര്യം എന്നാന്ന് എനിക്ക് മനസ്സിലാകാത്ത. സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് മാത്രം കേട്ടോ കാണിക്കുന്നത്. മുമ്പ് കാണിച്ചതിൻ്റെ തന്നെ DC ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, ഇതിൻ്റെ DC ഉണ്ട്, FC ഉണ്ടെന്നാണ്. ഇപ്പം തുറന്ന് കാണിച്ചില്ലേ, നടുക്ക് സെൻറ്ററിൽ മാത്രം വരുന്നത്, അതിൻ്റെ DC. ഇനി സിംഗിള്, ഇനി ഇതിൻ്റെ എല്ലാം സിംഗിള്. സിംഗിളിന്റെ ഇത് സിംഗിള് കാണിച്ചു തരാം. ഒരെണ്ണം ഇത് വിട്ട്, ഇത് ലെങ്ത്. സിംഗിളിന്റെ ആണ്. ഇനി സിംഗിളിന്റെ കളേഴ്സ് മുമ്പേ കണ്ടത് തന്നെ. ഇത് സിംഗിളുണ്ട്, സിംഗിളുണ്ട്, സിംഗിൾ. 10 സെക്കൻഡ് ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. സിംഗിൾ, ഇതിൻ്റെ എല്ലാം നിവൃത്തി ഞാൻ കാണിച്ച കേട്ടോ. ഡബിള് അത് ഫാമിലി, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഡിസൈൻ കണ്ടാൽ മതിയല്ലോ, അളവും ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത് പിന്നില്ലേ, ഇതിൻ്റെ ഡെസ്പാച്ച് 4-5 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ അത് ഇപ്പം ഞാൻ ബ്ലൗസിന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എമർജൻസി ഉള്ളവർ പറഞ്ഞാൽ മതി. അത് എല്ലാവരും എമർജൻസിക്കാരാണ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വരത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞാലും 4 ദിവസം കഴിഞ്ഞ് നമുക്ക് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് വീഡിയോ ഇന്നിപ്പം വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മിനിമം ചൊവ്വാഴ്ച ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ എമർജൻസി ഉള്ളവർ പറഞ്ഞാൽ പറ്റുമെങ്കിൽ തരാമെന്നേ ഞാൻ പറയുള്ളൂ. അത്ര ഇന്ന് വേണം നാളെ വേണം എന്നുള്ളവർ പറയരുത്. പിന്നെ ക്യാഷ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, നിങ്ങൾ എടുത്ത് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെക്കത്തില്ല കേട്ടോ. അത് ഈ ബ്ലൗസിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഇതിന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും, ഷിപ്പിംഗ് ചാർജ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റ് ഉണ്ട്. വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ്. പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും DTDC ആണെങ്കിലും ഇടുന്നതെന്ന് അറിയാമല്ലോ. ഞങ്ങൾ ഇടുന്നതല്ലത്, അവർ വെയിറ്റ് നോക്കിയിട്ടാണ് ചാർജ് ഇടുന്നത്. അപ്പോൾ ഇതിനൊരു കുറച്ച് ഒത്തിരി ഒന്നുമല്ല, 10 രൂപ 20 രൂപ, എനിക്ക് അതിനെപ്പറ്റി കൃത്യം അറിയത്തില്ല. അവർ പറയും അത് ഇച്ചിരി കൂടുതൽ കാണും. അത് ബെഡ്ഷീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഉറപ്പായിട്ട് ഓർക്കുക, 4 ദിവസത്തിന് ശേഷമേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മിനിമം ചൊവ്വാഴ്ചയോട് കൂടിയ ഡെസ്പാച്ച്, ഡെലിവറി അല്ല ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് പുതിയ ഒത്തിരി കുർത്തി, സാരി, ചുരിദാർ സെറ്റ് എല്ലാം വന്നിട്ടുണ്ട്. കടയിൽ ഡയറക്റ്റ് വരാൻ പറ്റുന്ന ഒരു വായു. എല്ലാവരും ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങളെല്ലാം റമദാൻ നോയമ്പിലാണെന്നറിയോ ഈ ചൂടത്തിൻ്റെ വെള്ളമില്ലാതെ വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന സഹനശക്തി നമിക്കുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ എല്ലാം മേലെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ്. നമ്മളൊരു വർഷം കൊണ്ട് നമ്മളെ എന്നാ പറയുക
ഉരുക്കി വാർത്തെടുക്കുക എന്ന് പറയുന്ന പോലെയുള്ള മനോധൈര്യവും തൻ്റെ ഇടവും അല്ലെങ്കിൽ ആത്മനിയന്ത്രണവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ കൂടെ ഉണ്ടാവില്ല. ഇതൊരു വലിയ കാര്യം. ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ, എനിക്കൊക്കെ വെള്ളം വളർന്നു നോക്കണമെന്നോ. അപ്പം ഞാൻ ഇവരെല്ലാം ഓർക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നല്ല റമദാൻ്റെ വലിയ ആഘോഷങ്ങൾ കിടക്കുന്നു. അപ്പോഴത്തേക്കും വായോ ഇഷ്ടംപോലെ തുണിത്തരങ്ങളും ചുരിദാറും കുർത്തിയൊക്കെ ആയിട്ട് ഇസബെല്ല നിങ്ങളെ വരവേക്കാൻ, ഈസ്റ്റർ, റംസാന്, വിഷു വരവേക്കാൻ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പർച്ചേസ്. ഞാൻ നാളെ കഴിഞ്ഞ് വീണ്ടും പർച്ചേസിന് പോവുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.